मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। മോനെ, ഈ ബെല്ലിപ്പൂരിലേക്കുള്ള ബസ് എവിടെ നിന്നാലാ കിട്ടുക? അയ്യോ, എനിക്കറിയില്ലല്ലോ. ബെല്ലിപ്പൂരിലേക്കുള്ള ബസ് എവിടെ നിന്ന് കിട്ടും മോളെ? അങ്ങോട്ട് നോക്കടാ, ആ ബാഗ് നിറച്ച് കാശാണെന്നാ തോന്നുന്നത്. നമുക്കത് അടിച്ചു മാറ്റാം. അയ്യോ, എന്റെ ബാഗ് മോഷ്ടിച്ചു. ഒന്ന് നിക്കണേ, നിക്കണേ. അടിപൊളി ഗൺ. ടിഷ്യൂ. മര്യാദക്ക് എന്റെ ബാഗ് തിരിച്ചു താടാ, കാട്ടുകള്ളം വരെ. എടാ, ബാഗ് കിട്ടിയടാ. ബാഗ് ഓടിക്കോ. എടാ തെമ്മാടികളെ, ഇന്ന് നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഇനി മേല നീ ഒന്നും ആരുടെയും മുതൽ മോഷ്ടിക്കരുത്. ഓടിയത് ഇന്ന് നിങ്ങളെ പെട്ടിയിലടക്കേണ്ടി വരും. ഇതുപോലുള്ള അഭ്യാസങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ. നിങ്ങളുടെ അവിടെ വന്ന് എന്റെ അടുത്ത് നടക്കില്ല. എന്നാ പിടിച്ചു. എന്റെ ബാഗും കൊണ്ട് എളുപ്പത്തിൽ അങ്ങ് പോകാന്ന് വിചാരിച്ചോ? അല്ല, അങ്ങോട്ട് നോക്ക്. ആ വൃദ്ധയോട് രണ്ട് ഗുണ്ടകൾ വഴക്കുണ്ടാക്കുന്നു. വഴക്കുണ്ടാക്കുവല്ല, അടിമുഴം വാങ്ങി കൂട്ടുക. അവന്മാർക്ക് ശരിക്കങ്ങ് കിട്ടട്ടെ. വാ, നമുക്ക് പോയി സഹായിക്കാം. ആ, എന്റെ ബാഗ്. എന്റെ ബാഗ്. അയ്യോ, എന്റെ ബാഗ്, എന്റെ ബാഗ് കൊണ്ടുപോകുന്നു. എന്റെ അമ്മോ, ഇതിനിടയ്ക്ക് ഈ കള്ള എവിടെന്നാ വന്നേ? അതിലെന്റെ മൊബൈലും പേഴ്സും അഡ്രസ്സും എല്ലാം ഉണ്ട്. തിരിച്ചു തരൂ എന്റെ ബാഗ്. Not gun. അവന് വെറുതെ പിടിക്കേ.
ഓടിക്കളഞ്ഞു. കുഴപ്പമില്ല, ബാഗ് ഏതായാലും തിരിച്ചു കിട്ടിയാലോ. ആ മുത്തശ്ശിയാകെ വിഷമിച്ചിരിക്കായിരിക്കും അവിടെ. വാ നമുക്ക് പോകാം. ആ എവിടെ പോയി? ആ, അവർ ഇവിടെ എവിടെയൊക്കെ തന്നെ കാണും. അവരുടെ കയ്യിൽ പേഴ്സും ഫോണും ഒന്നും ഇല്ലല്ലോ. ആ എന്നാലും എവിടെ പോയി? വരൂ മുത്തശ്ശി, വന്നാട്ടെ. ഏത് കളിപ്പാട്ടമാണ് വേണ്ടത്? കീ കൊടുത്താൽ ഓടുന്ന നല്ല നല്ല പാവകളുണ്ട്, കാറുണ്ട്, ടെഡി ബെയർ ഉണ്ട്, ടോക് ടോയ്, മ്യൂസിക് കാർ. എനിക്ക് വേണ്ടത് ഒരു ഗണ്ണാണ്, ഡാഡ് ഗൺ. ആ, അതിനെന്താ, ഒരുപാട് ഗണ്ണുകളുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ആ, 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 ആ. മോനെ, എനിക്ക് ഡാഡ് ഗൺ മാത്രം മതി. എന്റെ മുത്തശ്ശി, ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് ഇതുപോലുള്ള ഗണ്ണുകളോടാണ് താല്പര്യം. അയ്യോ, ഇത് കുട്ടികൾക്ക് വേണ്ടിയല്ല, എനിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. മുത്തശ്ശിക്കോ? മുത്തശ്ശി ഈ പ്രായത്തിൽ കളിക്കാൻ പോവാന്നോ? അതെ അതെ, കുട്ടിക്കാലത്ത് എന്റെ അച്ഛൻ അനിയന്മാർക്ക് തോക്കുകളൊക്കെ വാങ്ങി കൊടുക്കുമായിരുന്നു. എനിക്ക് ഇതുവരെ തോക്കുകളൊന്നും കിട്ടിയിട്ടില്ല. എന്നാ പിന്നെ ഇത് പിടിച്ചോ. ഒന്നിന്റെ കൂടെ ഒന്ന് ഫ്രീ ആണ്. വേണ്ട മോനെ, എനിക്ക് വേണ്ടത് ഡാഡ് ഗണ്ണാണ്. എനിക്ക് ആദ്യം ആ ഗണ്ണ് കൊണ്ട് ഉന്നം പിടിക്കാൻ പഠിക്കണം. എന്നിട്ട് അതുകൊണ്ട് ഉന്നം പിടിച്ച് ഞാൻ ആ മെഡൽ ജയിക്കും. ഞാനത് ഒരു ഫിലിമിൽ കണ്ടതാണ്. എന്റെ പ്രായത്തിലുള്ള സ്ത്രീകളും ഷൂട്ട് ചെയ്ത് മെഡൽ വാങ്ങിക്കുന്നുണ്ട്. എന്താ ശരിയല്ലേ? മുത്തശ്ശി ഒരു 500 രൂപ കൊടുത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാ ഞാൻ ഒരാഴ്ച കൊണ്ട് അത് റെഡിയാക്കി തരാം. എന്താ, മതിയോ? അല്ല, അത് ഈ ഗണ്ണ് തന്നെയല്ലേ? അയ്യോ, അത് വിൽക്കാനുള്ളതല്ല. ഗൺ, ഡാഡ് ഗൺ. വിൽക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ? മുട്ട ഇടിപ്പിക്കാൻ വേണ്ടിയാണോ ഇതിനെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്? എന്നോട് കള്ളം പറയുന്നോ? ഇത്രയും നേരം ഇതിവിടെ വെച്ചിട്ടാണോ നീ എന്നോട് ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇനി അത് ഓർഡർ ചെയ്തൊന്നും വരുത്താൻ നിൽക്കണ്ട, ഇതിങ്ങി തന്നേക്ക്. ഇല്ല, ഇത് ഞാൻ തരത്തില്ല. താങ്ക് യു മോനെ. ഇന്നാ പിടിച്ചോ, നിന്റെ ഈ ഗണ്ണിനുള്ള 500 രൂപ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. അയ്യോ, ഈ ഗണ്ണ് ഡോണിന്റെയാ. ഇനി ഇപ്പൊ എന്തുവാ ചെയ്യുന്നേ? എന്റെ വല്യമ്മേ, ആ ഗണ്ണിങ് തിരിച്ചു തന്നേക്ക്. അയ്യോ, പേടിക്കണ്ട മുത്തശ്ശി, ഇതാ പിടിച്ചോ. ആഹാ, കൊള്ളാലോ, ഇതൊരു അടിപൊളി ഗണ്ണാണല്ലോ. എനിക്ക് വീട്ടിൽ പോയിട്ട് തിരക്കുണ്ട്. ബസ് ഇവിടെ എവിടെയാ കിട്ടുക? ബസ്സിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ ഇവിടെ അടുത്ത് തന്നെ ബൈക്കിന്റെ കാറിന്റെ ഒക്കെ ഷോറൂം ഉണ്ട്. പക്ഷെ മുത്തശ്ശിന്തിനെ ഇപ്പൊ ബസ് വാങ്ങിക്കുന്നേ? ഭയങ്കര കുസൃതിയാണല്ലോ. ശരിക്കും എന്റെ ബബ്ലുവിനെ പോലെ തന്നെയുണ്ട്. ബസ് വാങ്ങാനല്ല, ബസ്സിൽ എനിക്ക് എന്റെ ഗ്രാമത്തിലേക്ക് പോകാനാ. എന്നെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്ക് ഒന്ന് കൊണ്ടാക്കി തരാമോ? എനിക്ക് ഇവിടുത്തെ വഴികളൊന്നും തന്നെ അറിയില്ല. വരൂ, മുത്തശ്ശിക്ക് ഞങ്ങൾ വഴി കാണിച്ചു തരാം. അയ്യോ, സോറി മോനെ. എടാ, കളിപ്പാട്ടം കൊണ്ട് കളിച്ചു കഴിഞ്ഞെങ്കിൽ ഞങ്ങളുടെ ബോസിന്റെ ഡാഡ് ഗണ്ണിങ് തന്നേക്ക്. ഗണ്ണോ? അതിന് നീ ഇത്രയും പേടിക്കേണ്ട ആവശ്യം എന്താണ്? ബോസിന്റെ ആ ഡാഡ് ഗൺ റിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നതല്ലേ? വേഗം തിരിച്ചു താ, ഞങ്ങൾക്ക് പോകണം. അതൊരു മുത്തശ്ശി കൊണ്ടുപോയി. ആ ഗണ്ണ് വാങ്ങിക്കാൻ ഞങ്ങളാണ് പറഞ്ഞു വിട്ടത്. മുത്തശ്ശി ആരാണ് പറഞ്ഞു വിട്ടത്? എന്തിനാണ് അത് അവർക്ക് കൊടുത്തത്? അല്ല, കൊടുത്തതല്ല, അവര് തട്ടിപ്പറിച്ചോണ്ട് പോയതാ. ഞാൻ സത്യമാ പറഞ്ഞു. അപ്പൊ നീ മറ്റുള്ളവരുടെ സാധനങ്ങൾ അവരുടെ അനുവാദം ഇല്ലാതെ വേറെ ആർക്കെങ്കിലും കൊടുക്കും, അല്ലടാ? അല്ല, അവര് തട്ടിപ്പറിച്ചോണ്ട് പോയതാ. ഞാൻ പോലീസിനെ വിവരം അറിയിക്കാം. ഡോണിന്റെ ആ ഗണ്ണ് 48 മണിക്കൂറിനുള്ളിൽ തിരിച്ചു തരാം. ആ മുത്തശ്ശി ആ തോക്ക് വെച്ച് ആരെങ്കിലും വെടിവെച്ച് വീഴ്ത്തി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ബോസിന്റെ തലയിൽ വരും. ഏതാണ് ആ സ്ത്രീ?
അവരിപ്പൊ തന്നെ കീ കൊടുത്ത പോലെ നടന്നു പോയതേ ഉള്ളൂ. ഈ കൊടുത്തതുപോലെയാണ് പോയതെങ്കിൽ അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. വാടാ ഫ്രെഡി, ഞാൻ അവരെ ഇപ്പൊ തന്നെ കണ്ടതാ. ഏ? ആ. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഒരു വല്യമ്മച്ചി എന്റെ തോക്ക് മോഷ്ടിച്ചോണ്ട് കടന്നു കളഞ്ഞു. സാർ പെട്ടെന്നൊന്ന് ഇങ്ങോട്ടൊന്ന് വരണം. കളവോ? അത് എന്നെ ഇരിക്കാത്തോ? നിങ്ങൾ അഡ്രസ് അയക്ക്, ഞാൻ ഉടൻ തന്നെ അങ്ങോട്ട് എത്തിക്കൊള്ളാം. വല്യമ്മ എവിടെ പോവാ വല്യമ്മേ? അയ്യോ, ഞാൻ വല്യമ്മയല്ല, മുത്തശ്ശിയാണ്. മുത്തശ്ശിയുടെ പേരെന്താ? എന്റെ പേര് എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. ഗ്രാമത്തിൽ ഏറ്റവും പ്രായമുള്ളതുകൊണ്ട് വർഷങ്ങളായിട്ട് എല്ലാരും എന്നെ മുത്തശ്ശി എന്നാ വിളിക്കുന്നത്. മുത്തശ്ശിയുടെ ഗ്രാമം എവിടെയാണ്? മല്ലൂപുരിയിലാണ്. ഇങ്ങനെ ഒരു പേര് മുമ്പ് കേട്ടിട്ടേ ഇല്ല. ആ പേര് ഞാൻ തന്നെയാണ് ഇട്ടത്. തൊട്ടടുത്തുള്ള കൃഷിക്കാരെല്ലാരും കൂടെ ചേർന്ന് ഒരു ചെറിയ ഗ്രാമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഞാൻ അങ്ങോട്ടാ പോകുന്നത്. മല്ലിപുരിയിൽ വെച്ചൊരു കളിപ്പാട്ടത്തിന്റെ കട ഞാൻ കണ്ടായിരുന്നു. അവിടെ ഇറങ്ങി ഞാൻ. എന്നിട്ട് അബദ്ധത്തിൽ മറ്റൊരു ബസ്സിൽ ഞാൻ കേറിപ്പോയി. എന്നിട്ട് ഇവിടെ എത്തി. എന്നെ ബെല്ലിപ്പൂരിലേക്കുള്ള ബസ്സിൽ കയറ്റി വിട്ടാ മതി മോനെ. പിന്നീട് ഞാൻ അവിടുന്ന് മല്ലൂപൂരിലേക്ക് പൊയ്ക്കോളാം. ഈ ബലിപൂരിലോട്ടുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാ എങ്ങനെയാ മല്ലൂപുരിയിൽ എത്തുന്നേ? വലിയ വികൃതിയാണല്ലോ നീ. ശരിക്കും എന്റെ ബബ്ലുവിനെ പോലെ തന്നെയാ. കുഞ്ഞെ ബലിപ്പൂര് വരെ ബസ്സിന് പോകും. അവിടുന്ന് മല്ലിപ്പൂരിലേക്ക് ഞാൻ കാൽനടയായിട്ട് പോകും. നിങ്ങൾ എന്തായാലും വിഷമിക്കണ്ട, നിങ്ങളെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് നിർത്തിച്ചേക്കാം. ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് മോനെ? നമ്മളിതാ എത്താറായി. ഒരു പാവം മുത്തശ്ശിയാണല്ലേ? പക്ഷെ കടയിൽ വെച്ച് കണ്ടപ്പോ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. സംശയമുണ്ടോ? എടാ, ദാ നിൽക്കുന്നു. ബൈക്ക് നിർത്ത്. നീ ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിർത്ത്. ഞാൻ ആ ബാഗ് എടുത്തോണ്ട് വരാം. എടാ ബാഗല്ല വേണ്ടത്, ഗണ്ണാണ് ഗൺ. എടാ മരമണ്ട, ആ ഗണ്ണ് ബാഗിൽ തന്നെയല്ലേ ഉണ്ടായിരിക്കുക. വെറുതെ റിസ്ക് എടുക്കണ്ടടാ, ഗണ്ണല്ലേ എടുക്കേണ്ടത്. ഗണ്ണ് മാത്രം എടുത്താ മതി. ഓക്കേ. അതെ ആന്റി, ആ ബാഗ് ഇങ്ങ് തന്നേക്ക്. മോനെ, ഇതൊരു പഴയ ബാഗാണ്. ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവുക? നിർബന്ധമാണെങ്കിൽ ഞാൻ ഇതിലെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബാഗ് തന്നേക്കാം. ബാഗ് മാത്രം കിട്ടിയിട്ട് എന്തിനാ? അച്ചാറിടാനോ? എനിക്ക് വേണ്ടത് ആ ഡാഡ് ഗണ്ണാണ്. എന്റെ ബാഗിലെങ്ങാനും തൊട്ടാ ഞാൻ നിന്റെ തലമുട്ട അടിച്ചു പൊളിക്കും. പിന്നെ നിനക്ക് നിന്റെ അഡ്രസ് പോലും ഓർമ്മ കാണില്ല. ആന്റി, പ്രായമായെന്ന് വിചാരിച്ച് മാത്രം ഞാൻ വെറുതെ വിടുന്നു. പക്ഷെ നിനക്കത്ര പ്രായമായിട്ടില്ലല്ലോ, അതുകൊണ്ട് 2 എണ്ണം തരാം. അയ്യോ, 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 മുത്തശ്ശി, എന്തായി ചെയ്തേ? അയ്യോ, തലയിലെ, അയ്യോ, അയ്യോ, തലയിലെ. ദേ കണ്ടോ, മുത്തശ്ശിയുടെ ബാഗ് വേറൊരു കള്ളം തട്ടിക്കൊണ്ടു പോകുന്നു. എന്റെ കൊച്ചളിയ, മുത്തശ്ശി ആദ്യം കാണുമ്പോ പാർവതിയായിട്ട് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആള് ഭദ്രകാളിയായിട്ട് മാറുന്നത് കണ്ടില്ലേ? പിന്നെ ഏതെങ്കിലും ഒരുത്തൻ ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ച അവൻ അവാർഡ് കൊടുക്കണം. കഴുത നീയാടാ, അവരല്ല. വാ, നമുക്ക് പോയി സഹായിക്കാം. ധൈര്യമായിട്ട് നീയൊക്കെ ഒറ്റക്കൊറ്റയ്ക്ക് വന്ന് അടിക്കടാ. അയ്യോ, അയ്യോ, വേഗം വണ്ടി എടുത്തോ, വിട്ടോടാ. എടാ, എന്നെയും കൂടെ കൊണ്ടുപോടാ. എല്ലാവരും മുത്തശ്ശിയുടെ ബാഗിന്റെ പുറകെ തന്നെ കൂടിയിരിക്കുന്നത്. മിക്കവാറും ആ ഗുണ്ടകള് മുത്തശ്ശിയുടെ ബാഗിൽ രത്നം ഒളിപ്പിച്ചിട്ടുണ്ടാവും. സംശയമുണ്ടോ? മുത്തശ്ശി, ഇവരൊക്കെ എന്തിനാ മുത്തശ്ശിയുടെ പുറകെ വരുന്നത്? അതിന് മാത്രം ഈ ബാഗിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല കുട്ടികളെ, എന്റെ പേഴ്സണൽ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പോപ്പട്ട് പറഞ്ഞ സത്യം. ദേ കൊറേ രത്നങ്ങളുണ്ടല്ലോ. ഇതൊന്നും ഒറിജിനൽ അല്ല. ഞാൻ എന്റെ ബബ്ലുവിന് കളിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ആ ഗണ്ണിൽ തൊട്ടു പോകരുത്, അകത്ത് വെക്ക്. മുത്തശ്ശി, ഞാനൊന്ന് നോക്കിയതാ. തൊട്ടു നോക്കണ്ട, അകത്ത് വെക്ക്. വേണ്ടെന്ന് പറഞ്ഞാലേ പിന്നെന്തിനാ കൈ പിടിച്ചോണ്ട് നിക്കുന്നേ? അത് അകത്ത് വെക്കാൻ നോക്ക്.
നീ വളരെ സ്വീറ്റും ബുദ്ധിമാനുമായിട്ടുള്ളൊരു കുട്ടിയാണല്ലോ. ഞാൻ സ്വീറ്റ് മാത്രമാണ്, ബുദ്ധിമാൻ ദേ ഈ ഹണിയാ. വരും മുത്തശ്ശി, നിങ്ങളെ പെട്ടെന്ന് നിങ്ങൾ ബസ്സിൽ കൊണ്ട് നിർത്തിയേക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പഞ്ചറിന് കൊടുത്തിരിക്കുന്ന സ്കൂട്ടർ തിരിച്ചു വാങ്ങാൻ. വഴിയിൽ വെച്ച് ഇനി ആരെങ്കിലും ആ ബാഗ് മോഷ്ടിച്ചാലോ? കാശും മൊബൈലും അഡ്രസ്സും എല്ലാം പോവില്ല. പിന്നെ നമ്മള് മുത്തശ്ശിയുടെ വീട്ടിൽ കൊണ്ടാക്കാ നീ വേണ്ടത്. ശരിക്കും ഒരു നല്ലവനാണ്. ഇതുപോലെ തന്നെയാണ് എന്റെ ബബ്ലു. ഹണി പറയുന്നത് ശരിയാ. നല്ല രസമായിരിക്കും. കുറെ നാളായില്ലേ കൊച്ചലേ നമ്മൾ ബസ്സിലൊക്കെ കേറിയിട്ട്. അതിന് നമ്മുടെ കയ്യിലൊരു കാറുണ്ടല്ലോ, സംശയമുണ്ടോ? എടാ കഴുതേ, ബസ്സിനകത്ത് എങ്ങനെയാടാ കാറ് കയറ്റുന്നത്? എടാ കഴുതേ, നമുക്ക് കാറിൽ പോവാടാ, അപ്പൊ ഗുണ്ടകളുടെ ശല്യം ഉണ്ടാവില്ല. ശരിയാണ്, വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കാറിൽ തന്നെ പോകാം മുത്തശ്ശി. ആ നിങ്ങൾ പൊക്കോ, ഞാൻ സ്കൂട്ടറും കൊണ്ട് വരാം. എന്റെ കൊച്ചലിയാ, പിന്നെ പ്ലാൻ ചേഞ്ച് ചെയ്തോ? നേരത്തെ കാറിൽ പോകുന്നല്ലേ പറഞ്ഞത്? മരമണ്ട, നമ്മൾ കാറിൽ തന്നെയാ പോകുന്നേ. പഞ്ചർ ഒട്ടിക്കാൻ കൊടുത്ത സ്കൂട്ടർ വാങ്ങി ഞാൻ വീട്ടിലോട്ട് വരാന്നാ പറഞ്ഞേ. എല്ലാവർക്കും ഞാൻ നല്ല ഷൂട്ട് തന്നിട്ടില്ലേ? എന്നിട്ട് തുടിയില്ലാതെ നടക്കുകയാണോ? നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും ഒന്നിനും ഒരു വിലയില്ല. ഒരു പൂച്ച എന്റെ ഡ്രസ് എല്ലാം എടുത്തോണ്ട് പോയി ബോസ്. ഏത് പൂച്ച? ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന പൂച്ച. ഏത് സ്ത്രീ? അവനാണ് കടയിൽ നിന്ന് ആ ഗൺ എടുത്തോണ്ട് പോയത്. ഏത് ഗണ്ണ്? അത് ബോസിന്റെ ഡാഡ് ഗൺ. പിന്നെന്തിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത്? എന്റെ ഡാഡ് കളഞ്ഞു പോയെന്ന് നേരത്തെ പറഞ്ഞാ പോരെ? അതെ ബോസ്. ഇന്ന് എന്റെ കയ്യിൽ വണ്ടികളുണ്ട്, ബംഗ്ലാവുണ്ട്, ബാങ്ക് ബാലൻസും കുറച്ചധികമുണ്ട്. പക്ഷെ അമ്മ മാത്രമില്ല. ഇപ്പൊ ദാ അമ്മ എനിക്ക് തന്ന ഡാക്ടറിന് മോഷണം പോയിരിക്കുന്നു. മുന്നാ നിന്റെ കാര്യം പോക്ക. ഇതിന്റെ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. ഇന്ന് ഞാൻ നിന്റെ പുറം പള്ളിപ്പുറമാക്കും. ബോസ്, ദൈവത്തെ ഓർത്തൊന്ന് ക്ഷമിക്കൂ ബോസ്. കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. അതെനിക്ക് എന്റെ അമ്മ ആദ്യമായി തന്ന ഗണ്ണാണ്. ആ ഗണ്ണ് കൊണ്ടാണ് ആദ്യമായി ഒരിക്കൽ ഞാൻ ഉന്നം പിടിച്ചത്. ആ ഗണ്ണ് കൊണ്ടാണ് എന്റെ അമ്മ ഒരിക്കൽ ഒരു കൊക്കിനെ വെടിവെച്ചിട്ടത്. ആ കൊക്കിനെ ചുട്ടുനിന്ന എന്റെ രുചി ഇപ്പോഴും എന്റെ നാവിലുണ്ട്. അറിയാം ബോസ്, പക്ഷെ ബോസ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത് അമ്മയുടെ അവസാനത്തെ ഉന്ന ആയിരുന്നില്ലേ? അതെന്താ, ആദ്യത്തെ ഉന്നത്തിന് എന്നെ കൊക്കിന് ചത്തൂടെ? ചത്തുപോയി. എന്റെ അമ്മയ്ക്ക് നല്ല ഉന്ന ഉണ്ടായിരുന്നു. എനിക്ക് ആ ഗണ്ണ് എങ്ങനെങ്കിലും വേണം. മുന്നേ ആ ഗണ്ണ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്നെ എന്താ ചെയ്യുന്നത് നിനക്ക് നല്ലതുപോലെ അറിയാലോ. ആ കടക്കാരൻ പോലീസിലെ പരാതിപ്പെട്ടിട്ടുണ്ട്. ഡാഡ് ഗൺ താമസിയാതെ കിട്ടും. ഇനി അണ്ടർവേൾഡ് ഡോണിന്റെ ഗണ്ണ് പോലീസുകാരെ കണ്ടുപിടിച്ച് തന്നാ പിന്നെ ഞാൻ എന്തിനാണ് ഡോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്? അമ്മ ആദ്യമായി ഉന്നം പിടിച്ച ആ ഡാഡ് ഗൺ നമ്മൾ തന്നെ അന്വേഷിക്കും. വാടാ. പക്ഷേ ബോസ്, ഇത്രയും വലിയ നഗരത്തിൽ ആ ചെറിയ സ്ത്രീയെ നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ? അതോർത്ത് വിഷമിക്കണ്ട. എന്റെ ഡാഡിക്ക് നെറ്റ് ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്. ആ ഗണ്ണ് എവിടെ പോയാലും അതിന്റെ ലൊക്കേഷൻ എന്റെ മൊബൈലിൽ കാണിക്കും. താങ്കൾ ഒരു ഹൈടെക് ഡോൺ തന്നെയാണ്. നീ എന്നെ കളിയാക്കിയതാണോ? അല്ല ബോസ്, കാര്യമായിട്ടാണ്. വാ ബോസ്, നമുക്ക് ഗണ്ണ് കണ്ടെത്താൻ പോവാം. നിങ്ങളുടെ വീട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇത്രയേറെ കളിപ്പാട്ടങ്ങളോ? ഇതൊക്കെ ആരുടേതാണ്? പ്ലാസ്റ്റിക്കിന്റേതാണ്. കുറച്ച് റബ്ബറും ഉണ്ട്, കുറച്ച് സോഫ്റ്റ് ടോയ്സും ആണ്. തുണി കൊണ്ടുള്ള പാവയും ഉണ്ട്. ഞങ്ങളുടേതാണ്, സംശയമുണ്ടോ? ഞാനെന്തിനാ സംശയിക്കുന്നത്? നിങ്ങളുടെ വീടാകുമ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളുടേതാകുമല്ലോ. ഇതുപോലുള്ള കളിപ്പാട്ടങ്ങൾ ആ കടയിൽ പോലും ഞാൻ കണ്ടില്ല. ഞങ്ങളിത് മോളിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്കും വാങ്ങിക്കണമെന്നുണ്ടോ? മുത്തശ്ശിക്ക് ഇപ്പൊ കളിപ്പാട്ടം കൊണ്ട് കളിക്കാനുള്ള പ്രായമാണോ? എന്റെ ബബ്ലുവിന് ആ പ്രായമല്ലേ? ശരി മുത്തശ്ശി, പോകുന്ന വഴിക്ക് മോളിൽ കയറാം. എന്നിട്ട് അവിടുന്ന് കളിപ്പാട്ടവും വാങ്ങാം. താങ്ക് യു കുട്ടികളെ. ദാ, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി മോനെ. ഇതാ മുത്തശ്ശിയുടെ ബാഗ്, വാങ്ങിച്ചോ. അയ്യോ, മുത്തശ്ശിയുടെ ഡാഡ് ഗൺ താഴെ പോയി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതിൽ തൊട്ടു പോകരുതെന്ന്. കള്ളത്തെമ്മാടി, അത് വെക്കട ബാഗിൽ. ഞാൻ മുത്തശ്ശിക്ക് തരാൻ വേണ്ടി ഇത് താഴെ നിന്ന് എടുത്തത് തന്നെ.
താങ്ക് യു മോനെ ഹണി, താങ്ക് യു. ഈ ഗണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. ആരെങ്കിലും ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് അപ്പൊ ദേഷ്യം വരും. ഞാൻ കേട്ടിട്ടുണ്ട്, വയസ്സായി കഴിഞ്ഞ ആൾക്കാർ കുട്ടികളെ പോലെ ആവുമെന്ന്. എന്നിട്ട് കുട്ടികളെ പോലെ കളിക്കുകയും വഴക്കിടാറും ഒക്കെ ഉണ്ട്. സംശയമുണ്ടോ? വേഗം വരൂ, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും രാത്രി ആയേക്കും. വന്നോ ഇൻസ്പെക്ടർ സാറേ? ഗണ്ണ് മോഷണം പോയി. അതെങ്ങനെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരണം. ഈഷ്, കാര്യങ്ങളൊക്കെ തെളിച്ച് പറയാ. ഇന്ന് രാവിലെ ഞാൻ സ്കൂട്ടറിലാ വീട്ടിൽ നിന്ന് പോകുന്നത്. കടയിൽ വെച്ച് ഞാൻ ലോക്ക് തുറന്നു, താക്കോലും ഉണ്ട്. ഈഷ്, ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് വേണ്ട, കാര്യം സംഭവിച്ചത് മാത്രം പറയൂ. ഒരു മുത്തശ്ശി കടയിൽ വന്നിരുന്നു. അവർക്കൊരു ഗണ്ണ് വേണം. ഞാൻ ഒരുപാട് ഗണ്ണുകൾ കാണിച്ചു, പക്ഷെ ഇവിടുള്ള ഒരു കളിത്തോക്കും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അവർ ഡോൺ ഗഞ്ചലാലിന്റെ തോക്കുമായി കടന്നു കളഞ്ഞു. ഈഷ്, കുപ്രസിദ്ധ കള്ളൻ ഗഞ്ചിലാലിന്റെ കണ്ണോ? അത് തന്നെ. അവരാ ഗണ്ണ് പിടിച്ചു മേടിച്ചോണ്ടാ പോയത്. അവരെന്നെ തെളി താഴെയിട്ടു. പക്ഷെ ഈ പ്രായത്തിൽ എന്തിനാണ് അവർക്ക് തോക്ക്? അതെ ഇൻസ്പെക്ടർ സാറേ. ഗണ്ണിന് ലൈസൻസ് ഉണ്ടോ? ലൈസൻസോ? എങ്ങനെ ലൈസൻസ് ഉണ്ടാവാനാണ്? അത് ഡോണിന്റെ ഗണ്ണല്ലേ? സാർ, ആ വല്യമ്മയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡേഞ്ചർ ആണ്. ഈഷ്, ഒരു വയസ്സായ സ്ത്രീയുടെ കയ്യിൽ ഗണ്ണ്, അതും ലൈസൻസ് പോലും ഇല്ലാത്ത ഗണ്ണ്. പക്ഷേ സാറേ, ആ ഗണ്ണ്... മിണ്ടി പോകരുത്. CCTV ക്യാമറയിൽ അവരുടെ മുഖം കാണിക്ക്. വേഗമാകട്ടെ. ഇവരാണല്ലേ ലൈസൻസ് ഇല്ലാതെ ഗണ്ണുമായിട്ടാണ് പോയിരിക്കുന്നത്. ഇവരെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും. വേഗം നമുക്ക് വരെ പിടിക്കണം. എന്റെ പൊന്നു സാറേ, ഞാൻ പറയുന്ന മുഴുവനായിട്ടൊന്ന് കേൾക്ക്. ആ ഗൺ ഡാർക്ക് ഗണ്ണാണ്. പറയുന്നതൊന്ന് കേക്ക് സാർ. ബോസ്, ഇത് ആ സ്ത്രീ തന്നെയാണ്. ഇവരാണ് ബോസിന്റെ ഡാഡ് ഗൺ മോഷ്ടിച്ചത്. അയ്യോ പോലീസ്! എവിടെയാണ് പോലീസ്? പോലീസ് അവിടെ! ഈഷ്, അവർ തന്നെ മോൾ കൊള്ളയടിക്കാനുള്ള പദ്ധതിയാണ്. വരൂ വേഗം. നിങ്ങളെല്ലാവരും എന്റെ പുറകെ വരൂ. ബോസാദി ഞങ്ങളുടെ മുമ്പേ പോയാട്ടെ. അയ്യോ, എന്റെ ട്രോളി. ആഹാ, കൊള്ളാലോ. ഇവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടല്ലോ മോനെ. അതെ, മുത്തശ്ശി വാങ്ങിച്ചോളൂ. പോകുന്ന വഴിക്ക് കഴിക്കാൻ ഞങ്ങൾ ബിസ്ക്കറ്റും ചിപ്സും ഒക്കെ വാങ്ങിക്കോളാം. ക്യാഷ് കൗണ്ടറിൽ ഇല്ല. അപ്പൊ വിലപിടിപ്പുള്ള സാധനം മോഷ്ടിക്കാൻ പോവുകയാണ്. ഇലക്ട്രോണിക്സ് ഉള്ള സ്ഥലത്തേക്ക് പോയേക്ക്. ബോസ്, ദേ അവിടെ നിൽക്കുന്നു അവർ. ക്ഷമിക്കണം മോനെ, മോനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? മോനെന്നോ? അവരെന്നെ മോനെന്നാണല്ലോ വിളിച്ചത്. ബോസ്, ഇത് ഇമോഷണൽ ആവാനുള്ള സമയമല്ല, ആ ഗണ്ണ് വാങ്ങിക്കാനുള്ള സമയമാണ്. അയ്യോ, ദേ എന്റെ ട്രോളി പോയി. അയ്യോ, എന്റെ കളിപ്പാട്ടങ്ങളെല്ലാം താഴെ വീണല്ലോ. കളിപ്പാട്ടൊക്കെ പിന്നെ വാങ്ങിച്ചു തരാം. ആ ഡാഡ് ഗണ്ണ് ഇങ്ങോട്ട് തന്നേക്ക്. ആ? ഓ,
നിങ്ങൾക്കും അമ്മയായി തോന്നും. നിങ്ങൾ മനസ്സ് തുറന്നൊന്ന് നോക്ക്. ആ ഗണ്ണിന്റെ പേരെങ്ങാനും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. മനസ്സിലായോ? മര്യാദയ്ക്ക് തരാനാ പറഞ്ഞേ. മാറി നിൽക്കടാ കോൺഗ്രപ്പല്ല. നിങ്ങൾ ആരെ അടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് ഡോൺ കഞ്ചേലാലാണ്. വേഗം പൊക്കോ, അല്ലെങ്കിൽ ഇടിച്ച് പപ്പടമാക്കും ഞാൻ. വെറുതെ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാതെ വേഗം ഇവിടുന്ന് പൊയ്ക്കോ. കളിപ്പാട്ടങ്ങളെല്ലാം വേഗം ട്രോളിയിൽ വെക്ക്. ഡോട്ട് ഗൺ വേണോ അല്ലേ? പകരം നല്ല നാല് അടി തരട്ടെ ഞാൻ. ആ ഇതാ നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ. അമ്മേ, എനിക്ക് എന്റെ അമ്മയാണ് ഓർമ്മ വരുന്നത്. പക്ഷെ അമ്മയുടെ ആത്മാവി രാവിലെ ഒക്കെ വരുമോ? എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല. അത് അനുഭവത്തിലൂടെ മനസ്സിലാവൂ. അമ്മയുടെ ആ അടി എനിക്കിന്നും എന്റെ അമ്മ ആദ്യമായി എന്നെ തല്ലിയത് ഓർമ്മയുണ്ട്. ബോസ് എന്തായി പറയുന്നത്? അമ്മയുടെ ഭക്ഷണം ഓർക്കാറുണ്ട്, അമ്മ പറഞ്ഞ കഥകൾ ഓർക്കാറുണ്ട്, ഇപ്പൊ അടി ഓർമ്മ വന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ആ അടി വീണ്ടും ഫീൽ ചെയ്യുന്നത്. എങ്കിൽ ബോസ് അടിയുടെ ഫീൽഡിലൂടെ ഇരിക്കും, ഞാൻ കട്ടു മാറ്റി വരാം. ഏയ് ആന്റി, മര്യാദയ്ക്ക് ആ ഡാൻസ് കണ്ണിക്ക് തന്നേക്ക്. എന്റെ തല അഗ്നിപർവ്വതം പോലെ ചൂടാവുകയാണ്. മുത്തശ്ശിയാണ് ഞാൻ. ഇനി ഞാൻ തരുന്ന അടിയിൽ നിനക്ക് നിന്റെ മുത്തശ്ശി ഓർമ്മ വരും. നിന്റെ തല അഗ്നിപർവ്വതം പോലെ പുകയാണല്ലേ? വെള്ളം ഒഴിച്ച് തണുപ്പിച്ചു തരാം. ഇന്ന് പിടിച്ചോ. ഈ മുത്തശ്ശി ഒരു ഫൈറ്റർ മുത്തശ്ശിയാണല്ലോ, സംശയമുണ്ടോ? കൊച്ചളിയ, ഇതാ ബാഗ് മോഷ്ടിച്ചോണ്ട കള്ളനല്ലേ? ആഹാ. ഹാൻഡ്സ് അപ്പ്. എനിക്കതിനൊന്നും പറ്റിയില്ലല്ലോ. അതിനിത് കളിപ്പാട്ടല്ലേ, അതുകൊണ്ടേ ഒന്നും പറ്റില്ല. പക്ഷെ എന്റെ ഇടിയിട്ട് കഴിഞ്ഞാലേ പലതും പറ്റും. തൽക്കാലം ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ജീവന്മാരെല്ലാം കൂടെ നമ്മളെ ഇടിച്ചിടിച്ച് പഞ്ഞിക്കിടും. മുത്തശ്ശി ഭയങ്കര ശക്തിയാണല്ലോ. കുട്ടിക്കാലത്ത് ഗ്രാമത്തിൽ വെച്ച് ഞാൻ ഒരുപാട് നെയ്യും വെണ്ണയൊക്കെ കഴിക്കുമായിരുന്നു. നിങ്ങൾ വരൂ, കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു, പൈസ കൊടുത്തിട്ട് പോകാം. അകത്തേക്ക് വന്നതായിരുന്നു, പക്ഷെ എവിടെ പോയി? വരൂ, CCTV ക്യാമറയിൽ നോക്കാം. ബോസിന്റെ അമ്മ ഞങ്ങളെ തല്ലി ഞങ്ങളുടെ കുഞ്ഞമ്മയും മുത്തശ്ശിയും ഒക്കെ ഓർമ്മ വന്നു. അമ്മ എന്നത് ഒരു പ്രപഞ്ച സത്യമാണ്. ബോസിന്റെ അമ്മയെ പോലെ ഒരു സാധനം പുറത്തേക്ക് പോകുന്നുണ്ട്. അമ്മയെ കുറിച്ച് എന്തു പറഞ്ഞാലും അത് സ്നേഹത്തോടെ ആയിരിക്കണം, അല്ലാത്തുണ്ടെങ്കിൽ. ബഹുമാനപ്പെട്ട മാതാശ്രീ പുറത്തേക്ക് പോകുന്നുണ്ട്. അഥവാ താങ്കൾക്ക് ഡാട്ട് ഗൺ വേണമെങ്കിൽ വരൂ. ഈ വിശേഷണങ്ങൾ ധാരാളം ഓർമ്മയിലിരിക്കട്ടെ. അവർ എനിക്ക് എന്റെ അമ്മയെ പോലെയാണ്. പിന്നെ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്, പിന്നെ ഞാൻ ഡോൺ കഞ്ചേലാലാണ്. അവര് പുറത്തേക്ക് പോയി. അവരുടെ പുറകെ ആ ഡോൺ കഞ്ചേലാലുമുണ്ട്. വരൂ, അവരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ ഉറപ്പാണ്. ബണി, വേഗം ഇവരുടെ ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാം. ബോസ് നമ്മുടെ മറ്റുള്ള ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അവരെ തള്ളി താഴെ ഇട്ടിട്ട് നമുക്ക് ആ ഗൺ എടുക്കാം. വേണ്ട, അവരെ ആരും ഒന്നും ചെയ്യരുത്. അവരെനിക്ക് എന്റെ അമ്മയെ പോലെയാണ്. ബോസ് അവർ അമ്മയെ പോലെയല്ലേ, പക്ഷെ അമ്മയല്ലല്ലോ. നിങ്ങൾക്ക് അമ്മയായി തോന്നും. നിങ്ങൾ മനസ്സ് തുറന്നൊന്ന് നോക്ക്. ഇനി തനിക്ക് വിസ്തരിച്ച് ഫീൽ ചെയ്യാം. ജയിലിനകത്ത് ഈ കഞ്ചേലാലിനെ ഒരിക്കലും ഒരു പോലീസിനും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുമില്ല. എല്ലാവരെയും അടിച്ചോടിക്കാം.
നമ്മൾ ആ പാണ്ഡാ സാറിനെ അടിക്കുകയാണ്. വേഗം വാ. എന്നോട് വരെ പേഴ്സണൽ വൈരാഗ്യമുണ്ടോ? രാവിലെ ഇതെന്റെ മൂന്നാമത്തെ പ്രാവശ്യം അടിക്കുന്നത്. തല്ലുകൊള്ളിത്തരല്ലേ തന്റെ കയ്യിലുള്ളത്, അതുകൊണ്ടാ. പാണ്ഡ സാർ, സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ബോസ് വേഗം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ അവന്മാർ നമ്മളെ അടിച്ച് ചമ്മന്തിയാക്കും. ഈ ഗുണ്ടകളെ ജയിലിലേക്ക് കൊണ്ടുപോ. പാണ്ഡാ സാറിനെ വേഗം ആശുപത്രിയിൽ എത്തിക്കണം. കൂട്ടുകാരെ, ഒരുപാട് വൈകി. മുത്തശ്ശിയെ വീട്ടിലാക്കിയിട്ട് നമുക്ക് ഉടൻ തന്നെ തിരിച്ചു വരാം. അവരെ വേഗം ഫോളോ ചെയ്യ്. പിന്നീട് അവസരം കിട്ടുമ്പോൾ നമുക്ക് ആ ഡാറ്റ് ഗൺ കൈക്കലാക്കാം. പോകാം. ഇങ്ങനെ വേണ്ട, നമ്മളെ അവർ തിരിച്ചറിയും. വല്ലുപുരിയിലേക്കാണ് അവർ പോകുന്നത്. നമ്മൾ വേഷം മാറി വേണം പോകാൻ. പിന്നെ ഒരു കാര്യം ഓർക്കണം, അമ്മയ്ക്ക് ഒരു കാരണവശാലും ഒന്നും സംഭവിക്കാൻ പാടില്ല. ഒരു കാര്യം പറയാൻ വിട്ടു. തൊട്ടടുത്ത് തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ വരും. അതിനുശേഷം ഒരു കാടിനടുത്തൂടെ പോയാൽ എന്റെ ഗ്രാമത്തിലെത്താൻ പറ്റും മോനെ. 5 സ്റ്റാർ കഴിഞ്ഞിട്ടാണോ അതോ ഹോട്ടൽ കഴിഞ്ഞിട്ടാണോ മുത്തശ്ശി? 5 സ്റ്റാറിന് ശേഷം ആ ഹോട്ടലിന്റെ പേര് 5 സ്റ്റാർ എന്നാണ്. ഈ കാറിൽ കൊണ്ട് വിട്ടാ മതി. അവിടെ നിന്ന് കാൽനടയായിട്ട് പോകേണ്ടി വരും. പിന്നെ അങ്ങോട്ട് വഴിയില്ല. വിശക്കുന്നുണ്ടല്ലോ, ആ ഹോട്ടലിൽ വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കാം. സംശയമുണ്ടോ? ബോസ്, നമ്മൾ എന്തിനാണ് കൃഷിക്കാരുടെ വേഷം കെട്ടിയിരിക്കുന്നത്? എടാ മണ്ട മുന്നേ, ഇതൊരു ഗ്രാമപ്രദേശമാണ്. അപ്പൊ നമ്മളെ കണ്ടാൽ കൃഷിക്കാരാണെന്ന് വിചാരിക്കാൻ പാടുള്ളൂ. ആർക്കും എന്നെ കണ്ടാൽ തോന്നരുത് ഞാനൊരു ഡോൺ ആണെന്ന്. ബോസ്, ഈ ഡ്രസ് എനിക്ക് ഒട്ടും ശരിയാവുന്നില്ല. അതൊക്കെ ശരിയായിക്കോളൂടാ മുന്ന. നീ മനസ്സുകൊണ്ട് കൃഷിക്കാരനാണെന്ന് വിചാരിക്ക്. ബോസ്, ഞാൻ മനസ്സുകൊണ്ട് ഒരു കൃഷിക്കാരനാണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ മുണ്ടിന് അങ്ങനെ തോന്നില്ലെന്നാ തോന്നുന്നേ. Shut up! ഞാനാണ് ഡോൺ. ഞാൻ പറയുന്നത് അനുസരിക്കണം. ഇല്ലെങ്കിൽ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേക്ക്. അവരുടെ 4 പേരുടെയും ശ്രദ്ധ തിരിക്കണം. എങ്കിൽ ഞാൻ പതുക്കെ ആ ബാഗ് അടിച്ചു മാറ്റി ഓടിപ്പോവും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഡാറ്റ് ഗണ്ണും തിരിച്ചു കിട്ടും. അയ്യോ എന്താ ബോസ്, ബോസ് ഒരു ഡോൺ അല്ലേ? ഇങ്ങനെ ഒളിച്ചൊക്കെ പോയി മോഷ്ടിക്കാമോ? 2 തല്ല് കൊടുത്തിട്ട് മേടിക്കാമെന്നേ. അവരെ കണ്ടിട്ട് എനിക്ക് എന്റെ അമ്മ ഓർമ്മ വരുന്നു. ഞാൻ വേണമെങ്കിൽ എന്നെ തന്നെ അടിക്കാം, പക്ഷെ അവർക്കൊരു പോറൽ പോലും ഏൽക്കരുത്. ബോസ്, ആദ്യം ഫീലിംഗ് കൺട്രോൾ ചെയ്യ്, എന്നിട്ട് നമുക്ക് മോഷ്ടിക്കാം. ഇവരുടെ കാര്യം ഞങ്ങൾ ഏറ്റു. മുത്തശ്ശി, മുത്തശ്ശി ഇവിടെ ഇരിക്കേ. ഞങ്ങൾ പോയി ആഹാരം വാങ്ങിക്കൊണ്ട് വരാം. കഴിക്കാൻ എന്താ ഉള്ളത്? ചപ്പാത്തിയുണ്ട്, പരിപ്പ് കറിയുണ്ട്. പിന്നെ പിന്നെന്തൊക്കെയാ വേണ്ടത്? ചപ്പാത്തിയുണ്ട്, പരിപ്പ് കറിയുണ്ട്. അപ്പൊ ഈ ഇരിക്കുന്ന പാത്രങ്ങളിലൊക്കെ എന്താ ഉള്ളത്? ഓ, അതാണോ? അതൊക്കെ കാലിയാണ്. തേച്ച് കഴുകി വെച്ചിരിക്കുക, വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി. കട കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു വേറെ സാധനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്. ചപ്പാത്തി പരിപ്പ് ഉള്ളെങ്കിലേ അതിന് തന്നേക്ക്. സംശയമുണ്ടോ? ഓ, അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങൾ അവിടെ പോയി ഇരിക്ക്, ഞാനിപ്പോ വരാം. നിങ്ങളാണ് കൊണ്ടുവരുന്നത്? ഇവിടെ നിങ്ങൾക്ക് ജോലിക്കാരായിട്ട് ആരും തന്നെ ഇല്ലേ? നിങ്ങൾക്ക് ചപ്പാത്തിയും പരിപ്പ് കറിയുമാണോ വേണ്ടത്, അതോ ഇവിടുത്തെ ജോലിക്കാരെയാണോ നിങ്ങൾക്ക് വേണ്ടത്? ചപ്പാത്തി കഴിക്കുക, അല്ലെങ്കിൽ തണുത്തു പോകും. എടാ എഴുന്നേക്ക്, ഇവിടെ ഞങ്ങളാ ഇരിക്കാൻ പോകുന്നത്. എടാ, നീ പിന്നെ വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാനായിട്ട്? ഹണി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? കൊച്ചലിന് മനസ്സിലായില്ലേ? ഇവനാണ് നമ്മുടെ കയ്യിൽ നിന്ന് രാവിലെ 3 പ്രാവശ്യം അടി വാങ്ങിച്ച കള്ളൻ. എന്റെ അമ്മ, വേഷം മാറാനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. ഇവരാണെങ്കിൽ നമ്മളെ ഒരു നിമിഷം കൊണ്ട് തിരിച്ചറിഞ്ഞല്ലോ. നിനക്ക് ഇനിയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടാൻ യോഗമുണ്ട്. സംശയമുണ്ടോ? മുത്തശ്ശിയുടെ ബാഗ് സൂക്ഷിച്ചോ. അത് മോഷ്ടിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്.
കൊച്ചളിയ ഒരു കർഷകരായിട്ട് വന്നിരിക്കുന്നേ. കുത്തിയും കിളച്ച് നമുക്ക് ഇവരെ അങ്ങ് ഉഴുതെടുത്താലോ? എന്ത് പറയുന്നു? അയ്യോ എടാ വേഗം ഓടിക്കോടാ, ഇല്ലെങ്കിൽ ഇവന്മാർ നമ്മളെ കൊന്നു കളയും. ഓടിക്കോ. പരിപ്പ് കറി മുഴുവൻ വൃത്തിയോടാക്കി. എന്റെ അമ്മ പണ്ട് തന്ന അതേ അടി. അയ്യോ മോനെ, നീയോ ഇവിടെയോ? അതെ, ഇതുവഴി ഞാൻ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അമ്മയെ കണ്ടപ്പോ കാണാൻ വേണ്ടി വന്നതാണ്. എന്റെ പൊന്നു മോനെ. മുത്തശ്ശി വേഗം വാ, ആ ഗുണ്ടകളെ പേടിച്ചോടി, ചിലപ്പോ ഇനിയും വന്നേക്കാം. വരൂ, വേഗം ഗ്രാമത്തിലേക്ക് പോകാം. അല്ല ഇതാരാണ്? അയ്യോ ഇതെന്താ മുഖത്ത് പരിപ്പ് ഫേഷ്യൽ ചെയ്താണോ? ഇവൻ എന്റെ മോനെ പോലെയാണ്. ഇതുവഴി പോയപ്പോ എന്നെ കണ്ട് ഇറങ്ങിയതാണ്. താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷം. വരൂ മുത്തശ്ശി, നമുക്ക് നടന്നല്ലേ കാട്ടിലേക്ക് പോകേണ്ടത്. മല്ലൂപുരിയിലെത്താൻ ഒരുപാട് സമയമെടുക്കും. ആ ഡാഗൺ കിട്ടിയോ? അതെ, ഇല്ല. പക്ഷെ അവർ കാട് വഴി ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ആ ഗണ്ട് കൈക്കലാക്കാൻ എളുപ്പമായിരിക്കും. ഇനി ബോസ് തല്ലി വാങ്ങി തരുവോ? രാവിലെ മുതൽ കിട്ടാൻ തുടങ്ങിയ അടിയാണ്. എന്റെ ബോസ് ഡോൺ കച്ചലാലല്ലേ, അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കേ. ഒരു ഡോണും സ്വന്തം അമ്മയെ ആക്രമിച്ച ചരിത്രമില്ലടാ. വാ, നമ്മൾ അവരെ ഏതായാലും മല്ലൂപുരിയിൽ വെച്ച് പിടിക്കും. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? സാറേ, ഡോൺ കച്ചേലാൽ മല്ലൂപുരിയിലേക്ക് പോവുകയാണ്. അല്ല മുത്തശ്ശി, ഇനി എത്ര ദൂരം ഉണ്ട്? ഇനി കുറച്ചു ദൂരം കൂടെയേ ഉള്ളൂ മോനെ. ബബ്ലു എന്നെ കണ്ട സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. മുത്തശ്ശിയുടെ പേരക്കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സംശയമുണ്ടോ? മുത്തശ്ശിയുടെ ഗ്രാമം ഈ രാജ്യത്ത് തന്നെ അല്ലേ? അതെ, ദാ ഇവിടെ. ഈ കാട് കഴിഞ്ഞാൽ അപ്പുറത്ത് എന്റെ ഗ്രാമമാണ്. മുത്തശ്ശി വന്നേ. അയ്യോ മോനെ ബബ്ലു, എന്റെ ബബ്ലു. മുത്തശ്ശി ഇത് എങ്ങോട്ടാ പോയത്? ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്തു. മുത്തശ്ശി വന്നത് എന്തായാലും നന്നായി. മുത്തശ്ശിക്ക് അറിയോ, വിഷമം കാരണം രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഈ ഗ്രാമം മുഴുവൻ മുത്തശ്ശിയെ തിരയായിരുന്നു. അയ്യോ മോനെ, എനിക്ക് ബെല്ലിപ്പൂരിൽ വെച്ച് ബസ് മിസ്സായി പോയി. പിന്നെങ്ങനെ മല്ലുപൂരിൽ വെച്ച് എന്നെ കാണുന്നത്? നീ എന്റെ കുസൃതി കുടിക്കല്ലേ മോനെ? അപ്പൊ ഇതാണോ ബബലു? ഞാൻ വിചാരിച്ച ചെറിയ കുട്ടിയായിരിക്കും. സംശയമുണ്ടോ? അതെ, എന്റെ പേരുകുട്ടിയ ഇവൻ. എന്റെ പഞ്ചാര കുഞ്ചുവും ഔലേസുണ്ടയും കൊച്ചു കുഞ്ഞും ഇവനാണ്. ഇത് കുഞ്ഞെന്നോ? അപ്പൊ കുഞ്ഞിനെ എന്തു പറയും? ഇത് കുത്തബ് മിനാറാണ്. ഇദ്ദേഹത്തിന് വേണ്ടിയായിരുന്നോ കളിപ്പാട്ടം വാങ്ങിക്കൊണ്ട് വന്നത്? ഈ പ്രായത്തിലും കളിപ്പാട്ടം വെച്ച് കളിക്കോ? അല്ല, എനിക്ക് കളിപ്പാട്ടങ്ങളുടെ കടയുണ്ട്. ഇനി സിറ്റിയിലെ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ വിൽക്കാലോ. നിങ്ങളാരാ? ഇവരും എന്റെ പേരക്കുട്ടികളെ പോലെയാണ് മോനെ. നിന്നെ പോലെ തന്നെയാണ് ഇവരും. ഇവരെന്നെ സിറ്റിയിൽ വെച്ച് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇവരെന്നെ സുരക്ഷിതമായി ഗ്രാമത്തിലാക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ഇങ്ങ് വാ മക്കളെ. നന്ദിയുണ്ട് കൂട്ടുകാരെ. ഞങ്ങളുടെ മുത്തശ്ശി ഇവിടെ എത്തിച്ചതിന് വളരെ നന്ദിയുണ്ട്. ബോസ്, ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ. അതെ, ഇത് ശരിക്കും കൂട്ടുകുടുംബം പോലെയുണ്ട്. നമ്മളും ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. ഇവർ ഓരോരുത്തരായി നമ്മൾ ഒരടി വെച്ച് അടിച്ചാൽ മതി. ചപ്പാത്തി പരത്ത കണ്ടിട്ടില്ലേ? അതുപോലെ പരന്നു പോകും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. രാത്രി നമ്മൾ ഒളിച്ചു നിന്ന് ആ ഡാൻസ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. ഇപ്പോൾ ഡാൻസ് എൻജോയ് ചെയ്യേ. കൂട്ടുകുടുംബത്തിന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുക. അഥവാ ഇവർക്കെങ്ങനെ നമ്മൾ ഇവരുടെ കൂട്ടത്തിലുള്ളതല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇവർ വന്ന് നമ്മളെ കൂട്ടത്തോടെ പൊങ്കാലിട്ടിട്ട് പോയി കളയും.
അല്ല, ഡാൻസ് കളി മാത്രമേ ഉള്ളൂ ഇവിടെ. വിരുന്നുകാർക്ക് താമസിക്കാനുള്ള സൗകര്യവും വേഗം ഒരുക്കണം. അത് മാത്രമല്ല, അവരെ നല്ല സ്ഥലത്ത് തന്നെ താമസിപ്പിക്കണം. ഇതൊരു വലിയ ബംഗ്ലാവല്ലേ മുത്തശ്ശി? ഇവിടെ ആർക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാലോ. ഇന്ന് വൈകുന്നേരം ഏതായാലും ഗ്രാമത്തിൽ ഉത്സവമായിരിക്കും. എല്ലാവർക്കും ഭക്ഷണം തയ്യാറായി വരുമ്പോഴേക്കും നമുക്ക് അല്പം ഡാൻസും പാട്ടുമായി കൂടിയാലോ? തോലിന്റെ ശബ്ദം മുഴങ്ങട്ടെ. ഞങ്ങൾ ഗ്യാങ്ങിലുള്ള മറ്റുള്ളവരെ കൂടി വിളിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് അവസരം. മരത്തിൽ കയറ്. ഡാറ്റ് ഗൺ പിടിച്ചു വാങ്ങിയിട്ട് ഉടനെ രക്ഷപ്പെടാം. അത് ശരി, നീ വീണ്ടും വേഷമാരും തല്ലോളാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലേ? എടാ, ഞാൻ എങ്ങനെയൊക്കെ വേഷം മാറിയാലും ഇവൻ എന്നെ കണ്ടുപിടിക്കുന്ന ശബ്ദം ചെയ്തിരിക്കുകയാണോ? ഇവിടെ നിന്ന് തടി തപ്പുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഹണി, നീ എന്താ ഈ ചെയ്യുന്നേ? കൊച്ചലിയ, നമ്മളുടെ കയ്യിൽ നിന്ന് രാവിലെ തൊട്ട് അടി വാങ്ങുന്ന ഒരുത്തനില്ലേ, അവൻ താ വീണ്ടും അടി കൊള്ളാൻ വേണ്ടി വന്നിരിക്കുക വേഷം മാറി. അതുകൊണ്ട് രണ്ടെണ്ണം കൊടുക്കുമായിരുന്നു ഞാൻ. എന്താ? ജോർദാർ, ഓപ്പൺ. ആ ഗുണ്ട ഗ്രാമത്തിൽ കയറി മുത്തശ്ശിക്ക് അപകടം സംഭവിക്കും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ദേ നിൽക്കുന്നു, അടിക്കവനെ. അയ്യോ, അയ്യോ, അടിക്കല്ലേ, അടിക്കല്ലേ, അയ്യോ, അയ്യോ, അയ്യോ. അയ്യോ, 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 എന്റെ മുണ്ട്, അയ്യോ, അയ്യോ, എന്റെ മുണ്ട് ഇങ്ങ് തരണേ. അയ്യോ, എന്റെ മുണ്ട് കൊണ്ട് എങ്ങോട്ടാ പോണത്? ഇഞ്ഞ് തരൂ, എന്റെ മുണ്ട് ഇഞ്ഞ് തരൂ. കണ്ടുപിടിച്ചേ. രക്ഷപ്പെടാന്ന് കരുതിയല്ലേ? നിക്ക്, ഇപ്പൊ തന്നെ തരാം ഞാൻ. മതി, എനിക്കിത് ക്ഷമിക്കാനാകില്ല. ആ ഗണ്ണ് പിടിച്ചു വാങ്ങ. കഴുതേ, ഗണ്ണ് നിന്റെ കയ്യിലല്ലേ ഉള്ളത്? എടാ, ഡാർഗൺ പിടിച്ചു വാങ്ങാനാ ഞാൻ പറഞ്ഞത്. മര്യാദയ്ക്ക് ആ ബബ്ലുവിനെ വിട്. നിങ്ങൾ ആ ഗണ്ണിന്ന് വിട്, എന്നാ ഞാൻ ബബ്ലുവിനെ വിട്ടേക്കാം. ഗൺ പിടിച്ചു വാങ്ങ്. വേണ്ട, അമ്മയെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. ബോസ്, എന്തിനാ സ്വന്തം ആൾക്കാരെ തല്ലുന്നത്? കൊച്ചലിയ, ഇയാള് നമ്മളുടെ ഭാഗത്താണോ അതോ ഗുണ്ടകളുടെ ഭാഗത്താണോ? അതറിയില്ല. ഗുണ്ട ഇയാളെ ബോസ് എന്നാ വിളിക്കുന്നേ. എന്നിട്ട് അവരെ തന്നെയാ തല്ലുന്നേ. ബോസ്, ദാ ഗ്യാസ് നിറഞ്ഞു. ഞാൻ ദാ മുകളിലേക്ക് പോവാണ്. ഇപ്പൊ നീ മുകളിലേക്കല്ല പോയത്, ഇനി പോകാൻ പോകുന്നത് അകത്താണ്. അയ്യോ നിൽക്കൂ, ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവരെ എന്തിനാണ് തല്ലുന്നത് സാറേ? ഇവരല്ലേ കണ്ണു പൊട്ടിച്ചത്? പിടിക്കവരെ. ഇൻസ്പെക്ടർ പാണ്ട, ഇതെന്താ ഈ പറയുന്നേ? ഇവരാരൊക്കെയാ? അതോലോക ആൾക്കാരാണ്. ഇത് ഡോൺ കഞ്ചേലാല. അതെ, കൂടാതെ ഈ ലേഡി സിറ്റിയിൽ നിന്ന് ഒരു കണ്ണു മോഷിച്ച് രക്ഷപ്പെട്ടു. ഇങ്ങോട്ട് നോക്കൂ. മോനെ, നീ എന്നെ കാണാൻ വേണ്ടിട്ടാണോ നീ ഇവിടെ വരെ വന്നത്?
അതെ അമ്മേ. ഈഷ്, അല്ല, ഇയാള് ഒരു ഗുണ്ടയാണ്. തോക്ക് മോഷ്ടിച്ചോണ്ട് പോകാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നീ ഒരു ഗുണ്ടയാണോ? അതെ, അല്ല, ഞാൻ ഡോണാണ്, വലിയ ഗുണ്ട. ഞാൻ നിന്നെ ഒരു മോനായിട്ടല്ലേ കണ്ടത്. അപ്പൊ നീ ഒരു ഗുണ്ടയായിരുന്നോ? ഇനി എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത്. ഈ ഒരു ഒറ്റ അടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പണ്ടേ നന്നായേനെ അമ്മേ. എന്റെ അമ്മ എന്നെ തല്ലാറുള്ള കാലങ്ങളിലൊക്കെ ഞാൻ നന്നായാണ് നടന്നിരുന്നത്. പിന്നെ അമ്മ പോയി, പിന്നെ അടി കിട്ടാതായി, പിന്നീട് അങ്ങോട്ട് ഞാൻ മോശമായി. ഇനി ഇതുപോലെയുള്ള അടികൾ സെൻട്രൽ ജയിലിൽ ഒരുപാട് കിട്ടും, സംശയമുണ്ടോ? പക്ഷേ പോപ്പട്ട ജയിലിൽ ഏതായാലും അമ്മയെ കിട്ടില്ലല്ലോ. ഇയാൾക്ക് ഇപ്പൊ അമ്മയുടെ സ്നേഹം അത്യാവശ്യമാണ്. നിങ്ങൾക്ക് അമ്മയെ കിട്ടും, പക്ഷെ നിങ്ങൾ നന്നാവേണ്ടി വരും. ചെയ്ത തെറ്റുകളെല്ലാം തിരുത്തേണ്ടി വരും. ശരിയല്ലേ മുത്തശ്ശി? ആ അതെ മോനെ, നീ പറഞ്ഞത് വളരെയധികം ശരിയാണ്. ചെയ്യും, തീർച്ചയായും ചെയ്യും. അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും അമ്മേ. പക്ഷെ തെറ്റുകളുടെ പ്രായശ്ചിത്തം ചെയ്താൽ അമ്മ എനിക്ക് തിരിച്ചു കിട്ടും അമ്മേ. തെറ്റുകളുടെ പ്രായശ്ചിത്തം ചെയ്തതിന് ശേഷം നീ തിരിച്ചു വരണം മോനെ. എനിക്കിതാ ഈ ഗ്രാമത്തിൽ ഒരുപാട് മക്കളുണ്ട്. നീ എന്നോടൊപ്പം ഇവിടെ താമസിച്ച് ഇവരോടൊപ്പം കൃഷി ചെയ്തോളൂ. സമ്മതമാണ് അമ്മേ. എനിക്കിപ്പോ സമാധാനമായി അമ്മേ. ഇപ്പൊ എന്റെ കയ്യിൽ കാറുണ്ട്, ബംഗ്ലാവുണ്ട്, ഒരല്പം ബാങ്ക് ബാലൻസും ഉണ്ട്, അമ്മയുമുണ്ട്. പിന്നെ അമ്മയുടെ ആദ്യത്തെ അടയാളമായ ഡാറ്റ് കണ്ണുമുണ്ട്. അതെ, ഇവരാണ് ആ കടയിൽ നിന്നും അമ്മയുടെ ഓർമ്മയാ ഡാറ്റ് കൺ വാങ്ങിക്കൊണ്ട് പോയത്. ഡാറ്റ് കണ്ടിന് വേണ്ടിയാണ് ഞാൻ ഇവരെ ഫോളോ ചെയ്തത്. എന്റെ അമ്മ എനിക്ക് തിരിച്ചു കിട്ടി. അതൊരു ഡോട്ട് കണ്ണായിരുന്നോ? ഞാൻ ശരിക്കുള്ള കണ്ണാണെന്ന് കേസ് ഫയൽ ചെയ്തു പോയി. അപ്പൊ ഇനി മുത്തച്ഛിയുടെ പേരിൽ ഒരു കേസും ഇല്ല അല്ലേ? ഇല്ല, പക്ഷെ ഈ ഡോണിന്റെ പേരിലുണ്ട്. സാർ, ഡോൺ ഇപ്പോൾ കീഴടങ്ങാൻ പോവുകയാണ്. ഇദ്ദേഹം മോശക്കാരനല്ല. ഇദ്ദേഹത്തിന് വലിയ ശിക്ഷയൊന്നും കൊടുത്തേക്കരുത്. നിങ്ങൾ ഇപ്പോൾ നിയമത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഇവന് നന്നാവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനൊരു അവസരം കൊടുക്കണം സർ. ഞാനും നന്നാവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും ഒരു അവസരം തന്നൂടെ? അമ്മ, ഞാനും അമ്മയുടെ മോനെ പോലെ അല്ലേ? എനിക്ക് വിശ്വാസമുണ്ട് സർ. ഇവരെല്ലാവരും ഒരു ദിവസം നല്ല ജീവിതത്തിലേക്ക് കടന്നു പോകും. സത്യത്തിൽ ഞാനൊരു മുത്തശ്ശിയാണ് മോനെ. പക്ഷെ നിനക്ക് ഞാനൊരു അമ്മയായിട്ടാണ് തോന്നുന്നതെങ്കിൽ നീ എന്നെ അമ്മയായിട്ട് തന്നെ കണ്ടോളൂ. നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം പലപ്പോഴും നമ്മളായിട്ട് തന്നെ അനുഭവിക്കേണ്ടി വരാറുണ്ട്. ശിക്ഷയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും ഈ ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങി വരണം കേട്ടോ. എന്റെ പൊന്നു മോനെ, നന്നായി വരുന്നേ. സ്നേഹമുണ്ടെങ്കിൽ ആരെയും നമുക്ക് നന്നാക്കി എടുക്കാം, സംശയമുണ്ടോ?